എല്ലാവർക്കും ബക്രീദ് ആശംസകൾ. ബക്രീദ് എന്ന് പറയുന്ന വിശ്വാസം സാക്രിഫൈസിന്റെയും സ്നേഹത്തിന്റെയും യൂണിറ്റിയുടെയും വിശ്വാസത്തിന്റെയൊക്കെ ഒരു അടയാളമാണല്ലേ. അപ്പൊ ഇന്നലെ ഞാനത് പറയണമെന്ന് വിചാരിച്ചത്, കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയുടെ സംഭവിച്ചത് കണ്ടു. കുട്ടിയുടെ പേര് സന യൂസഫ് എന്നാണ്. ഷി വാസ് മർഡേർഡ് ബൈ ദ പേഴ്സൺ ലൈക്ക് ബൈ ഹർ അഡ്മയറർ. കുട്ടിയുടെ പുറകെ കുറെ നാളായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇരുന്ന ഒരാളായിരുന്നു. റിജക്ട് ചെയ്തപ്പോൾ ഇഷ്ടമായില്ല, അപ്പൊ ഒന്ന് കൊന്നു കളഞ്ഞു. അപ്പൊ ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുന്ന ആൾക്കാർ പറയുന്നത് പാകിസ്ഥാനിലല്ലേ നടന്നത്, ഇന്ത്യയിലല്ലല്ലോ എന്ന് പറയും. പക്ഷേ ഇന്ത്യയുടെ ക്രൈം റേറ്റ് നിൽക്കുന്നത് 128ാമത്തെ സ്ഥാനത്താണ്. അത്രയും കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. വി ആർ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിവിലൈസേഷൻസ് ആൻഡ് ദെൻ വൈ ആർ വി ലൈക്ക് ദിസ്, റൈറ്റ്? നമ്മൾ ഡെവലപ്പായി പോയി എല്ലാവരെക്കാട്ടും മുന്നിൽ നിൽക്കേണ്ട നമ്മൾ ഇപ്പോഴും ഏറ്റവും പുറകിലാണുള്ളത്. അതും ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാതെ പോകുന്ന ഒത്തിരി ക്രൈമുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഓരോ വീട്ടിലും നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ട്, അമ്മയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെയും കാണാൻ ശ്രമിക്കുക. നമ്മളെക്കാട്ടും കൂടുതൽ ആരോഗ്യം നിങ്ങൾക്കുള്ളത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. റിജക്ഷൻ കിട്ടുമ്പോൾ അത് പോസിറ്റീവായിട്ട്, അത് ഓക്കെ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഫൈൻ, മൂവ് ഓൺ വിത്ത് യുവർ ലൈഫ്. വൈ കിൽ സംബഡി ഇഫ് ദേ സേ നോ? പോട്ടെ, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വേറെ ആൾ വരട്ടെ. അതൊരു കുട്ടിയാണെന്ന് വിചാരിക്കണം, 17 വയസ്സുള്ളൊരു കുട്ടി. ഇതുപോലെ ഒത്തിരി ആസിഡ് അറ്റാക്ക് കേസുകളും മർഡർ കേസുകളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, ചാ.